ഹലോ ഹായ്. അപ്പോൾ ഇന്ന് 4ാം ഓണമാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ചതയം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം. നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കുക. മലയാളം ബിഗ് ബോസ് voting.com കയറി നിങ്ങൾ പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റിനെ നിങ്ങൾ പോൾ ചെയ്യുക. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആർക്കാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ലൈവ് അപ്ഡേറ്റ്സ് അമ്മൂസ് തോട്ടിനകത്തുണ്ട്. ലൈവ് നടക്കുകയാണ്. ലൈവ് അപ്ഡേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വോട്ട് ചെയ്യുന്ന അനുസരിച്ച് കൃത്യമായ ലൈവ് അപ്ഡേറ്റ്സ് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങിൽ പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ടും എവിക്ഷൻ നോമിനേഷൻ വരുമ്പോൾ വോട്ട് ചെയ്താൽ മതി. ഇത് എല്ലാ ദിവസവും ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൈറ്റ് വെച്ചിരിക്കുകയാണ്. പ്രത്യേകമായിട്ടൊരു സൈറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ്. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ബിഗ് ബോസിൻ്റെയൊക്കെ പല പല ഒരുപാട് ഐ ഡി എന്നൊക്കെ ആൾക്കാർ വോട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പോളിംഗ് കറക്റ്റ് ആയിട്ടുള്ള ആർക്കാണ് സപ്പോർട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു ഡിവൈസിൽ നിന്ന് ഒരാൾക്ക് ഒരു ദിവസം ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ കറക്റ്റ് സപ്പോർട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്ക് ഷെയർ കൊടുക്കുക. ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് മലയാളം ബിഗ് ബോസ് voting.com മലയാളം ബിഗ് ബോസ് voting.com എന്ന സൈറ്റ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അമ്മൂസ് തൊട്ട് ലൈവിൽ പോയി ചെക്ക് ചെയ്താൽ അറിയാം. അപ്പോൾ ഇന്നലെ എന്തൊക്കെയാണ് നടന്നത്? ഇന്നലെ ലാലേട്ടൻ ബാനുമോളെ പൊരിച്ച കാര്യമൊക്കെ നമുക്കറിയാം. പൊരിക്കാനുണ്ടായ സാഹചര്യവും നമുക്കറിയാം. മലയാളം ബിഗ് ബോസിൻ്റെ വളരെ റെയറായിട്ട് മാത്രമേ ലാലേട്ടൻ ഇങ്ങനെ ചൂടാവുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അത് അങ്ങനെ ചൂടായതുകൊണ്ട് ലാലേട്ടൻ അല്ലെ ലാലേട്ടൻ ഒരിക്കലും കള്ളം പറയില്ല. അതുകൊണ്ട് അനുമോൾ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ തയ്യാറല്ല. ആസ് ആൻ അഡ്വക്കേറ്റ് ഒരുപാട് ആൾക്കാരെ കാണുന്നു എന്നുള്ളത് കൊണ്ടും ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത് കൊണ്ടും അത്യാവശ്യം ഒരു ഷോയെക്കുറിച്ച് അത്യാവശ്യം അറിയാൻ സാധിക്കുന്നത് കൊണ്ടും ഒരിക്കലും അനുമോൾ പറഞ്ഞത് 100% കള്ളമാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം അങ്ങനെ കള്ളമായിരുന്നുവെങ്കിൽ അനുമോൾ പറഞ്ഞ 100% കള്ളമായിരുന്നുവെങ്കിൽ അവർ ആ ക്ലിപ്പിംഗ്സ് അവിടെ കാണിക്കണമായിരുന്നു. പോയിന്റ് അല്ലേ? അവരവിടെ ക്ലിപ്പിംഗ്സ് കാണിച്ചുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞ നാണമുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചു. ഞങ്ങളാരും കാണാത്ത ഒരു സംഭവം നിങ്ങൾ എങ്ങനെ കണ്ടു? ഞങ്ങൾ ഇത്രയും 72 ക്യാമറയിലും ഞങ്ങൾ ആരും ക്രൂ മെമ്പേഴ്സും ഞാൻ US-ലിരുന്നും ഒക്കെ നോക്കിയിട്ടും കാണാത്ത ഒരു ക്ലിപ്പിംഗ്സ് നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ആ ക്ലിപ്പിംഗ്സ് നിങ്ങൾ കണ്ട ക്ലിപ്പിംഗ്സ് എന്താണ്? ഇതാണോ നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കണമായിരുന്നു. ആ ക്ലിപ്പിംഗ്സ് നമ്മളെ കാണിച്ചു തരാനുള്ള ഒരു കാര്യം അവിടെ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് കാണിക്കാഞ്ഞത്? കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഷോയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, റെപ്യൂട്ടേഷൻ ഉണ്ട്. ഒരു റെപ്യൂട്ടഡ് ഒരു ഷോയാണിത്. അത് ലാലേട്ടനെ പോലെ ഒരു മഹാനടൻ ആങ്കർ ചെയ്യുന്ന ഒരു ഷോയാണ്. ആങ്കർ മാത്രമല്ല, അദ്ദേഹത്തിന് അതിനകത്ത് ഷെയറും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോയുടെ ക്രെഡിബിലിറ്റി ഒരു കണ്ടസ്റ്റൻറ്റ് പറയുമ്പോൾ ആ ഷോയുടെ ക്രെഡിബിലിറ്റി പോവും. അപ്പോൾ ആ വ്യക്തിയെ വിക്റ്റിമാക്കിക്കൊണ്ട് മാത്രമേ അവർക്ക് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഏതെങ്കിലും ഒരു കാരണവശാൽ അനുമോൾ അപ്പം ചപ്പാത്തി കെട്ടപ്പോൾ ജിസയിലിരുന്നു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അയ്യോ അത് അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല അവർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ രീതിയിൽ അനുമോൾ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്കത് മനസ്സിലാക്കാമായിരുന്നു അനുമോൾ ചുമ്മാതെ ഫേക്കായിട്ട് പറഞ്ഞതാണെന്ന്. പക്ഷേ ഇത്രയും കലിപ്പിൽ നാണമുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് ഷോക്ക് ഇട്ട് ചെയ്തു. കാരണം എനിക്കിപ്പോൾ വേറൊരാളിൽ നാണമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യകത എന്നെ സംബന്ധിച്ചോളം ഞാൻ കേൾക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ എന്നെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അത്രമാത്രം എന്നിട്ടും ആ ഷോയിൽ വിജയിക്കണം അത്രമാത്രം. ഒന്നാമത്തെ കാര്യം എന്നെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ അല്ല അനുമോളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രമാത്രമുള്ള ലൈഫ് എക്സ്പീരിയൻസോ അത്രമാത്രം ജീവിതാനുഭവങ്ങളൊന്നും ആ കുട്ടിക്കില്ല. ഞാനൊക്കെ 30 വയസ്സായപ്പോഴത്തേന് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലൂടെ കടന്നുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം എന്നിട്ടാണ് നമ്മൾ ഈ ലെവലിലേക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാൻ എനിക്ക് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം ഒരു ഭയങ്കര കപ്പാസിറ്റി ഉള്ള എല്ലാം കണ്ടാലും കേട്ടാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അനുമോളെ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ദിവസം അനുമോള് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് പെണ്ണത്വം. നമ്മൾ ആണത്വം എന്നല്ലേ പറയും. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന് തോന്നും. ഫെമിനിസ്റ്റോ മെയിൽ ഷോവനിസ്റ്റോ ഒന്നും അല്ല. നമ്മൾ പറയണം നമ്മളൊരു സ്ത്രീയാണ്. സ്ത്രീകൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. മെൻ്റലി അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അനുമോളെ നമ്മൾ ആദ്യം വിചാരിച്ച അനുമോൾ എപ്പോഴും കരച്ചിൽ. പക്ഷെ അനുമോൾ ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോഴും ഞാൻ കണ്ടതാണ്. നാണമുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ
കണ്ടതാണ്. ഈ ഷോയുടെ ക്രെഡിബിലിറ്റി, ഞങ്ങൾ ആരും കാണാത്ത ഒരു സംഭവം നിങ്ങൾ എങ്ങനെ കണ്ടു, ഞങ്ങൾ ആരും കാണാത്ത ഒരു സംഭവം നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നതെന്ന് പിന്നീട് ചോദിച്ചു. കാണാത്ത ഒരു സാധനം നിങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, അതെനിക്കറിയില്ല. അപ്പം നിങ്ങൾ കണ്ടോ കണ്ടില്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, ബട്ട് ഞാൻ കണ്ടു. അതാണ് പോയിന്റ്. നിങ്ങൾ കണ്ടോ കണ്ടില്ലോ എന്നുള്ള കാര്യം അത് നിങ്ങളുടെ കാര്യമാണ്, ബട്ട് ഞാൻ കണ്ടു എന്ന് 100% ഒരു വ്യക്തി ആ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറയണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഈ ഒരു സിറ്റുവേഷൻ, ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ ഇത്രയും ആൾക്കാരും പോലെ അത് ലാലേട്ടനെ പോലൊരു മഹാനടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ, വെറും ചോദ്യമല്ല, ഭയങ്കരമായ ദേഷ്യത്തിൽ, ഇത്രയും ദേഷ്യമൊന്നും എന്നോട് ആരെങ്കിലും കാണിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ ചിലവിലൊന്നല്ല ചോദിക്കുന്നത്, ഞാൻ എൻ്റെ പാട്ടിന് പോകാമെന്ന് പറയും. നമ്മൾ ഓരോരുത്തരുടെയും ക്യാരക്ടറാണ്. അപ്പം നമ്മൾ അത്ര വലിയ ഒരു ഷോ ഇത്രമാത്രം ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് പോലും അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അതിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് 1% പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. ഞാൻ കണ്ടതാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കണ്ടത് ശരിയല്ല. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസമാണ് പറയുന്നത്. ആ തോന്നിവാസം ഒരു വ്യക്തി പറഞ്ഞെങ്കിൽ ആ തോന്നിവാസം കാണിച്ചു കൊടുത്തിട്ട് അവളെ പുറത്താക്കുക അല്ലേ? അങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. ഒരാളും ഒരു തോന്നിവാസം ഒരു ഷോയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആ ക്ലിപ്സ് കാണിച്ചു കൊടുക്കുക. ആ ക്ലിപ്പിങ്സ് കാണിച്ചു കൊടുത്തിട്ട് ഈ ഷോയിൽ നിങ്ങൾക്ക് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുക. നിങ്ങൾ കള്ളമാണ് പറഞ്ഞത്, നിങ്ങൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്തു, ഞങ്ങളുടെ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിച്ചു, നിങ്ങൾ പുറത്ത് പോയേ പറ്റൂ, നിങ്ങളെ പുറത്താക്കുകയാണ് എന്ന് പറഞ്ഞ് പുറത്താക്കുക. സിമ്പിൾ. അല്ലാണ്ട് നിങ്ങൾ എന്ത് തോന്നിയാസോ കാണുന്നത്, അവരങ്ങനൊന്നും ചെയ്തില്ല, ഞങ്ങൾ 72 ക്യാമറയിൽ ഞങ്ങൾ കണ്ട്, ഞങ്ങൾ അത് പറയുന്ന ലാലേട്ടന് സ്ക്രിപ്റ്റഡ് ആണ്. ലാലേട്ടന് അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ലാലേട്ടൻ ആങ്കർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ബിഗ് ബോസിന്റെ ഡയറക്ടർ, ഷോ ഡയറക്ടർ പറയുന്ന കണക്ക് മാത്രം കേൾക്കേണ്ട ഒരാളാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടന് ഇതേ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലാലേട്ടൻ അത് അവിടെ വെച്ച് നിർത്തിയത്. അതുകൊണ്ടാണ്. അതിനുശേഷം ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അവിടെ അപ്പാനിയും അക്ബറും ആര്യനും ഒക്കെ കിടന്ന് പറയുന്നത്. അപ്പോഴും അനുമോൾ പറഞ്ഞത് ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യം എന്നെ മാത്രം എനിക്ക് വിശ്വസിപ്പിച്ചാൽ പോരെ? എൻ്റെ കണ്ണിനെ ഞാൻ എന്തിനാണ് അവിശ്വസിക്കുന്നത്? എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട്. എൻ്റെ കണ്ണിനെ കൊണ്ട് കണ്ട കാര്യം ഞാൻ അവിശ്വസിക്കേണ്ട കാര്യമില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ എവിഡൻസ്. നമ്മൾ ഒരു ഫസ്റ്റ് എവിഡൻസ് വരുന്ന ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു എവിഡൻസിൻ്റെ ആവശ്യമില്ല. അല്ലെ? അവർക്ക് പറയാം അവർ കള്ളമാണ് പറയുന്നത്. കള്ളത്തിന് അവർ ഈ കള്ളം പറയുന്നുള്ള അനലൈസിസ് ഉണ്ട്, അത് അനാലിസിസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു കോടതിയുടെ കാര്യം. അപ്പം ഇവിടെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ക്ലിപ്പിങ്സ് എടുത്തിട്ട് വന്നതാണ്ട് ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് അവർക്ക് പറയാം. നമ്മൾ ഈ ലൈവിൽ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. മടിയിൽ കിടക്കുന്നത് ഈ ജിസേൽ എന്ന് പറയുന്ന വ്യക്തി കാൽഭാഗം ജെട്ടിയും ഇട്ടിട്ട് എന്ന് പറയും അമ്മാവിമാർ സദാചാര അമ്മാവന്മാരെന്ന് വിളിക്കുന്ന ആൾക്കാരോട് പറയാണ് ഇതൊരു റിയാലിറ്റി ഷോയാണ്, കൊച്ചുകുട്ടികൾ മുതൽ കാണുന്ന കാര്യങ്ങളാണ്. ഈ ജിസേലും ആരും അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഈ ജിസേൽ എന്ന് പറയുന്ന വ്യക്തി പകുതി ഹാഫ് ഉടുപ്പ്, അവർ മോഡലല്ലേ? മോഡലുകളെല്ലാം തുണിയില്ലാതെ നടക്കണമെന്നല്ല. ഇതൊരു റിയാലിറ്റി ഷോ അല്ല. അവിടെ മോഡലിങ്ങിന് വന്നേ അല്ലല്ലോ, അതൊരു റിയാലിറ്റി ഷോ അല്ലേ? ആ ഷോയിൽ അത്യാവശ്യം ഡ്രസ്സൊക്കെ ധരിക്കാം. പിന്നെ അത് അവരുടെ ഇഷ്ടം. നമ്മൾ ഡ്രസ്സ് ആരുടെയും പേഴ്സണൽ ഡ്രസ്സിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നില്ല. ആ ഒരു ഇത്തിരി ഡ്രസ്സ് വിട്ടിട്ട് ഈ ആണുങ്ങളുടെ നടുക്ക് കിടന്ന് അവരുടെ കാലെടുത്ത് ആ സ്ത്രീയുടെ ഈ ജിസേലിന്റെ വയറിലൊക്കെ വെച്ചേക്കുന്ന വീഡിയോസ് ക്ലിപ്പിങ്സ് ഞാൻ എടുത്തു വെച്ചതാണ്. ഞാൻ ആ വീഡിയോ ഇട്ടതുമാണ്. അല്ലാണ്ട് വലിയ സംഭവമായിട്ട് പൊക്കി പിടിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ല പറഞ്ഞത്. അവൾ കണ്ട കാര്യം പറഞ്ഞത് കണ്ടതല്ല എങ്കിൽ അത് ക്ലിപ്പിങ്സ് കാണിക്കാനുള്ള തൻ്റെ ഇടം ബിഗ് ബോസ് കാണിക്കണമായിരുന്നു. അതല്ലേ വേണ്ടത്. അല്ലാതെ പറഞ്ഞ അവൾ വളരെ കള്ളിയാണ്, അവൾ മോശക്കാരിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ അനുവിൻ്റെ PR എന്നും പറഞ്ഞ് പല ആൾക്കാരും പലരെയും ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. എന്നെയൊക്കെ ഒരുപാട് പേര് രേണുവിൻ്റെ PR, മറ്റൊരു PR, അപ്പാനിയുടെ PR എന്നും പറഞ്ഞിട്ട് അപ്പാനിയുടെ ആൾക്കാർ വന്ന് എന്നെ വിളിച്ച് പൊടി പട്ടിച്ചിന്ന് ഇങ്ങനെയൊക്കെ തന്നെ വിളിക്കുന്നത്. നമ്മളെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കും. നിന്റെ തന്തയാണോ, നിന്റെ തള്ളയാണോ? ഇതൊക്കെ സാധാരണഗതിയിൽ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ്. അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അല്ലെങ്കിൽ അവർ നിയമ നടപടി സ്വീകരിക്കുക.
ഞാനൊരു അഡ്വക്കേറ്റാണ്. 10, 11, 12 വർഷമായിട്ട് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ എന്തെല്ലാം തെറി വിളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അവരുടെ PR എന്ന് പറയുന്ന, അവരുടെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ വന്ന് തെറി വിളിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നിയമ നടപടി സ്വീകരിക്കും. അകത്തിരിക്കുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എപ്പോഴും പറയില്ല, രേണുവിൻ്റെ PRകളും എന്നെ വന്ന് തെറി വിളിച്ചപ്പോൾ എന്നെ മോശമായിട്ട് പറഞ്ഞപ്പോഴും ഞാൻ തൽക്കാലം ആ സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് വെച്ചേക്കുന്നുള്ളൂ. രേണുവിനെതിരെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? രേണു ഇത് അറിയുന്നില്ലല്ലോ. രേണു ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന വിവരം കെട്ട ആൾക്കാരായിപ്പോയി. അനിമോളുടെ PR എന്നും പറഞ്ഞ് വേറെ ആൾക്കാർക്ക് വേണമെങ്കിലും വന്ന് ചെയ്യാമല്ലോ. കാരണം അനിമോളെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും അനിമോളുടെ PR എന്ന് ചെയ്യാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ID എടുത്ത് വെക്കുക. ആ ID ഇപ്പോൾ ഏത് ഡിവൈസിൽ നിന്ന് എന്ത് ID, എത്ര ID ഉണ്ടാക്കിയാലും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഇന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവർക്കൊരു നിയമ നടപടി സ്വീകരിക്കാം. അല്ലാതെ അനിമോള് മോശമാണ്, അനിമോള് ഇതാണ്, അനിമോൾ അഹങ്കാരിയാണ്, അനിമോളുടെ കളിയാണ് കളിക്കുന്നത്. അതിപ്പോൾ ആരായാലും, അനീഷായാലും, ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവിടെ കളിക്കുന്ന സകല ആൾക്കാരെയും നല്ലവണ്ണം കളിക്കുന്ന എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അല്ലാതെ അനിമോളെ നമുക്ക് പ്രത്യേകമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സത്യമായിട്ട് തന്നെ പറയണമല്ലോ, ആര്യനും ജിസേലും തമ്മിലുള്ള അരുതാത്ത ബന്ധമുണ്ടെന്ന് ബിന്നി പറഞ്ഞല്ലോ. അതെന്താണ് ലാലേട്ടനെ എടുത്ത് കാണിക്കാതെ? അത് ലൈവിൽ നമ്മളെ കാണിച്ചില്ല, ജനങ്ങളെല്ലാം കണ്ടല്ലേ. അനിമോള് പറഞ്ഞത് ശരിയാടി, പിന്നെ ആര്യനും ജിസേലുമായിട്ട് അരുതാത്ത ബന്ധമുണ്ട്, ആര്യൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി പിടിച്ചു, അനിമോളെല്ലാം എന്താ ജിസേലിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ബിന്നി പറഞ്ഞല്ലോ. അതൊന്നും ചോദ്യം ചെയ്യണ്ടേ? അപ്പോൾ അതല്ല ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട്, അനിമോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത് മോശമായി പോയി. പക്ഷേ അനിമോളല്ല അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചത്. ജിഷിൻ പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം അവിടെ ജിഷിനാണ് ആദ്യം അത് പറഞ്ഞത്. അതിനുശേഷം നിവിൻ, എല്ലാവരും പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾക്ക് കാണണം, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് നിർബന്ധം പിടിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് അനിമോൾ ശരി എന്നാൽ ബെഡ്റൂമിലേക്ക് വാ, ഞാൻ കിടക്കുന്ന കട്ടിലിൽ അവിടെ കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓടിപ്പോയി ആദിലെ പുതപ്പും പിന്നെ എന്താ പറയണ പില്ലോ എടുത്തിട്ട് വന്നു. അതുകൊണ്ടാണ് അത് അനിമോളിനെ മാത്രം അത് കുറ്റം പറയാൻ പറ്റില്ല. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അവിടെയുള്ള ഹൗസിലെ ഭൂരിപക്ഷം ആൾക്കാരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. കാരണം കള്ളം പറയുന്നു, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് വളരെ മോശമായി പോയി. അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് ചീപ്പ് ആക്ടിങ് ആണ്. കാരണം നമ്മളൊരു കാര്യം കണ്ടു, അവിടെ കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ല, നിങ്ങളല്ല എന്ന് നിങ്ങൾ തെളിയില്ലേ എന്ന് പറഞ്ഞത് കളഞ്ഞാൽ മതിയായിരുന്നു, അവിടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അനിമോളുടെ അമ്മയ്ക്കാണ് പറഞ്ഞത്. നിന്റെ അമ്മയുടെ കൂടെയാണോ ഞാൻ കിടന്നതെന്ന് ഒരുത്തൻ ചോദിക്കുകയാണ്. 22, 23 വയസ്സുള്ള ഒരുത്തൻ ചോദിച്ചാൽ ഞാനാണ് അവനെ ചെവിക്കലടിച്ച് പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോരും. എൻ്റെ അമ്മ മരിച്ചുപോയ ആളാണ്. പക്ഷെ എന്നാൽ പോലും എൻ്റെ അമ്മയുടെ കൂടെയാണോടി, നിന്റെ അമ്മയുടെ കൂടെയാണോടി ഞാൻ കിടന്നെന്ന് ചോദിച്ചാൽ ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിച്ചിട്ട് പോരും. പിന്നെ അതിനകത്ത് അപ്പീലൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വന്നത്. നമ്മൾ ഒരാളിനെ കുറ്റം പറയുമ്പോൾ, നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം, അതിനുണ്ടായ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു ദിവസമല്ല 2 ദിവസമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഈ പുതപ്പിനടിയിൽ കിടന്ന് കാണുന്നതാണ്. ഇവർ പറയുന്നത് അത് ശൈത്യയും എല്ലാവരും കൂടി കിടക്കുന്നതല്ല, രാത്രി ഇവർ തമ്മിൽ ഒരുമിച്ച് തന്നെ കിടക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പിന്നീട് മാറി ഇപ്പം ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് അകന്നു കിടക്കുന്നത്? അപ്പം അത് പുറത്തേക്ക് പോയി എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ. അത് പുറത്തേക്ക് പോയി എന്ന് മനസ്സിലായത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഒരാളിനെ, ഒരു അനിമോൾ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് അങ്ങ് മോശമാണ്, അവൾ അഹങ്കാരിയാണ്, അവൾ കള്ളമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ, ഈ കള്ളമാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? അനിമോൾക്കാണോ? അതാണ് എൻ്റെ ചോദ്യം. ഇത് ഷോ നടത്തിപ്പുകാർക്കാണ് തെളിയിക്കേണ്ടത്. അങ്ങനെ കള്ളമാണെന്ന് പറയണമെങ്കിൽ അത് ഷോ നടത്തിപ്പുകാർ അതിൻ്റെ ക്ലിപ്പിംഗ്സ് എടുത്ത് വെക്കണം. ഇതാണോ നിങ്ങൾ കണ്ടത്? അപ്പോൾ അനിമോളെ ഇതല്ല. അപ്പോൾ ഏത് ദിവസത്തെ ക്ലിപ്പിംഗ്സ്, ഏത് ദിവസത്തെ? അപ്പോൾ ക്ലിപ്പിംഗ്സ് എല്ലാം കാണിച്ച് നോക്കണം. അങ്ങനെയാണ് കാണിക്കേണ്ടത്. അതല്ലേ തെളിവ്. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന നീ പറഞ്ഞത് ശരിയല്ല, നീ എന്ത് തോന്നിയവാസമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലിപ്പിംഗ്സ് എടുത്ത് തന്നെ കാണിക്കണം. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ, ഇത്രമാത്രം ഷൗട്ട് ചെയ്തപ്പോൾ, ഇത്രമാത്രം ഒരു വ്യക്തിയെ കള്ളിയാക്കിയപ്പോൾ അത് ക്ലിപ്പിംഗ്സ് തന്നെ കാണിക്കണം. പക്ഷെ അവിടെ ആരാണ് ഇപ്പോൾ നാണം കിട്ടത്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബിഗ് ബോസും ലാലേട്ടൻ തന്നെയാണ് അവിടെ നാണം കിട്ടിയിരിക്കുന്നത്. എൻ്റെ തോന്നലിൽ അങ്ങനെ തന്നെയാണ്. ബിഗ് ബോസ് എന്ന ലാലേട്ടൻ തന്നെ. പണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ആ ഒരു സീസണിൽ ലാലേട്ടൻ എന്തുമാത്രം സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാളാണ്. ലാലേട്ടന് എന്തുമാത്രം പറഞ്ഞു, ഞാൻ അതെല്ലാവരും പറഞ്ഞു, ലാലേട്ടന് വേറെ ഒരു പണിയില്ലേ, ഇത്രമാത്രം കാശും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്തിനാണ് പുള്ളി ഈ പണിക്ക് നടക്കുന്നത്, പുള്ളിക്ക് എന്തിൻ്റെ കേടാണ് എന്നൊക്കെ എന്തോരം ആൾക്കാർ ചോദിച്ചു. അത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിൽ, പുള്ളി സ്ക്രിപ്റ്റഡ് ആണ്, പുള്ളി സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പുള്ളി അത് കണക്ക് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം അതൊന്ന് അന്വേഷിക്കണം. ഞാനിത് ചോദിക്കണോ എന്നൊക്കെ തിരക്കണ്ടല്ലോ. എത്ര പ്രായമായാലും എല്ലാവർക്കും തെറ്റ് പറ്റത്തില്ല. അല്ലാണ്ട് അദ്ദേഹം അങ്ങ് വലിയ തെറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ അദ്ദേഹം എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനൊന്നും അല്ലല്ലോ. അദ്ദേഹം ആക്ടറാണ്. അദ്ദേഹം മലയാളികളുടെ ഒരു അഹങ്കാരം തന്നെയാണ്. പക്ഷേ എല്ലാവരും, ഇപ്പോൾ ഞാനായാലും മറ്റൊരാളായാലും ആരായാലും, എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും എൻ്റെ മറ്റുള്ളവരായാലും എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് അറിയാതെ നമ്മൾ പലതും പറഞ്ഞു പോകും. അപ്പോൾ ലാലേട്ടൻ അങ്ങനെ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ ചോദിക്കണം, ഇത് ഞാൻ ചോദിക്കണോ, ഇത് പ്രശ്നമാവൂലേ
അപ്പം പ്രശ്നം ആവട്ടെ, കുഴപ്പമില്ല, ഇതൊരു ചർച്ചാ വിഷയം പുറത്താകട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. പിന്നെ അനുമോളെ ഞാൻ സമ്മതിച്ചു കൊടുത്തു. അനുമോൾ ആ ഒരു സമയത്ത് ആ സമയത്തും ഇത്ര സ്ട്രോങ് ആയിട്ട് അനുമോൾ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുമോളെ തകർക്കാൻ പറ്റില്ല. ഇവരിനി എന്തെങ്കിലും കുൽസിതം പ്രയോഗിക്കണം. അവിടെ ആരിൻ്റെ പുതപ്പിനിടയിൽ ആരിനെ ജിസേലും കൂടി കുൽസിതം കാണിച്ച പോലെ എന്തെങ്കിലും കുൽസിതം കാണിച്ചിട്ട് അനുമോളെ പുറത്താക്കണം. ബിഗ് ബോസ് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് തന്നെ അനുമോളെ പുറത്താക്കിയാൽ മാത്രമേ അനുമോള് കപ്പില്ലാതെ പോരൂ. അല്ലെങ്കിൽ അനുമോളോ അനീഷോ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾക്കാണ് ഞാൻ കപ്പ് കൽപ്പിക്കുന്നത്. അവരാരെങ്കിലും ഒരാൾക്ക് കപ്പ് വാങ്ങിച്ചിട്ട് പോകും. അത് അനുമോള് തന്നെ ആവാനാണ് സാധ്യത. അനീഷ് വളരെ നന്നായിട്ട് ഇത്രയും ഒരു ഫാൻ ബേസും ഇല്ലാതെ കയറിപ്പോയ ഒരു മനുഷ്യനാണ്. അപ്പം ഇത്രയും നന്നായിട്ട് അയാൾ കളിക്കണമെങ്കിൽ ഇത്രയും നന്നായിട്ട് ഫാൻ ബേസ് ഒരു ഫാൻ ബേസ് അയാൾ ഇപ്പോൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. ഈ 35 ദിവസത്തിനുള്ളിൽ, ഈ 34-35 ദിവസത്തിനുള്ളിൽ അയാൾ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ അതിന് ഭയങ്കര സ്കോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അനുമോളും അനീഷും തമ്മിൽ തന്നെയാണ് മത്സരം. വേറൊരാൾ ഇതുവരെ വന്ന് കയറിയിട്ടില്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് കയറണം. വൈൽഡ് കാർഡ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈൽഡ് കാർഡ്സ് ഒന്നും അത്രയ്ക്കൊന്നും കേപ്പബിൾ അല്ല. കയറി വന്ന വൈൽഡ് കാർഡ്സ് ഒന്നും അത്രയല്ല. പിന്നെ റിയാസിനെ പോലെ ഒരു ചൊറിയാണ് മസ്താനി. ചൊറിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ എത്തും. ആരെങ്കിലും പുറത്താക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ കയറി വരാം. അല്ലെങ്കിൽ അനുമോളെ ഇവർ ട്രാപ്പിലാക്കിയിട്ട് അനുമോളെ പുറത്താക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് അനുമോളെ പുറത്താക്കാൻ ശ്രമിക്കണം. കാരണം ഇത്രയും ഒരു ഷോയുടെ ഇത് ഒക്കെ ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ എന്തെങ്കിലുമൊക്കെ അനുമോൾക്ക് ഇനി എന്തെങ്കിലും കൊടുത്താൽ അനുമോളെ പുറത്താക്കാം. പക്ഷേ അതിനകത്ത് ബിഗ് ബോസിനും ലാലേട്ടനും നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. തീർച്ചയായിട്ടും നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ക്ലിപ്പിംഗ്സ് കാണിച്ച് ആ ക്ലിപ്പിംഗ്സിന്റെ ക്ലാരിറ്റി വരുന്നതിന് ശേഷം അനുമോൾ പുറത്തു പോകണമെങ്കിൽ പുറത്തു പോകണമായിരുന്നു, പുറത്താക്കണമെങ്കിൽ പുറത്താക്കണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നു. പിന്നെ ഓരോരുത്തരെ PR-നെ ചീത്ത വിളിച്ചു. പല ആൾക്കാരുടെയും നമ്മളെ യൂട്യൂബിന്റെ വീഡിയോ കാണുമ്പോൾ അറിയാം ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ആർക്ക് വേണ്ടിയിട്ട് പറയുന്നതെന്ന്. ഒരു ആരിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ഏതൊക്കെ സിനിമയിലൊക്കെ ആക്ട് ചെയ്തതായിട്ടാണ് തോന്നുന്നത്. എന്തോ 1-2 സിനിമയിലങ്ങോട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അവർ വന്നത് എന്തോക്കെയാ അനുമോളെ കിടന്ന് പറയുന്നത്. അല്ല ഇവർക്കൊക്കെ എല്ലാം എന്തിനു കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ശൈത്യ ക്രഷ് ഉണ്ടെന്ന് പറയുന്നത്. അനുമോള് ക്രഷ് ഉണ്ടെന്നല്ല, അനുമോളോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും നിനക്ക് അവനെ ഇഷ്ടമാണോ, അവന് നിന്നോടൊരു ക്രഷ് ഉണ്ട്, നിനക്ക് അവനെ ഇഷ്ടമാണോ? എനിക്ക് അവനെ ഇഷ്ടമാണ്, പക്ഷെ കല്യാണം കഴിക്കാനൊന്നും അവനൊരു കുട്ടിപ്പാല് ചെറിയ ചെറുക്കൻ പയ്യൻ, എൻ്റെ സങ്കല്പം അതൊന്നുമല്ല എന്ന് പറഞ്ഞ് അപ്പോഴേ കളഞ്ഞതാണ്. അതൊരു ഇഷ്യൂ ആക്കിയിട്ട് മറ്റുള്ളവരോട് പറയുന്നു. അവിടെ ലാലേട്ടൻ്റെ മുന്നിൽ പോലും പറയുന്നു. എന്തോ ഒരു മോശമാണ് അതൊക്കെ. നമ്മുടെ സ്ത്രീകൾക്കൊക്കെ നാണക്കേടാണ് ഇങ്ങനെയൊക്കെയുള്ള കുറ്റവും കുറവും പരദൂഷണമൊക്കെ ഒരാൾ പറയുന്നത് വളച്ചൊടിച്ച് വേറൊരാളോട് മാനിപ്പുലേറ്റ് ചെയ്ത് പറയുക. ഇതൊക്കെ പറയുന്നത് വളരെ മോശമായ സംഗതിയാണ്. വളരെ വളരെ മോശമാണ്. ആ ക്യാരക്ടറിന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി വേണം. നമ്മളോട് ഒരാൾ രഹസ്യം പറയുമ്പോൾ അതിലേക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളോട് സ്വകാര്യ നിമിഷങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു ആൾക്കാരോട് അല്ലെങ്കിൽ അവരോട് ശത്രുതയുള്ള അല്ലെങ്കിൽ അവരെ പുറത്താക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് അത് പറയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു മോശക്കേടില്ല. ഇതെല്ലാം പ്രേക്ഷകർ 24/7 ലൈവ് കാണുന്നവരാണെന്ന് ചിന്തിക്കണമായിരുന്നു. അതാണ് ശൈത്യ എന്ന് പറയുന്ന വ്യക്തി ആദ്യം മുതലേ അനുമോളോട് ഒട്ടി നിൽക്കുമായിരുന്നു. അനുമോളും വിശ്വസിച്ചു നല്ല കൂട്ടുകാരിയാവുമെന്ന്. പക്ഷെ അനുമോള് സ്വകാര്യ നിമിഷം ഇതേ കണക്ക് അവരങ്ങോട്ട് ചോദിച്ചതിന് മറുപടിയാണ് അനുമോള് പറഞ്ഞത്. എല്ലാവരെയും ഇഷ്ടമാണ്, കണ്ടസ്റ്റന്റുകളിൽ എല്ലാവരെയും ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ആരിനെ ഇഷ്ടമാണ്, അതിനെന്താണ് കുഴപ്പം? നമ്മൾ ഏത് വ്യക്തികളായാലും ഇപ്പം നമ്മളൊരു കണ്ടസ്റ്റൻ്റായിട്ട് പോയി നമ്മളെല്ലാവരും ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് അവനെ ഇഷ്ടമല്ല, എനിക്ക് ഇവളെ ഇഷ്ടമല്ല എന്ന് പറയുമോ? നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് ആരെയും ഇഷ്ടമല്ല. അനീഷ് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും ഇഷ്ടമല്ല, എൻ്റെ ഒരു കയ്യകലത്തിൽ നിൽക്കണം, അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റൂലല്ലോ. അത് അനീഷിന് മാത്രമേ പറ്റൂ. അത് അനീഷിന് ആ ഒരു ഗെയിമാണ് അനീഷ് കളിക്കുന്നത്, എല്ലാവരെയും കയ്യകലത്ത് നിർത്തുക. ജിജേൽ വന്ന് അനീഷിനോട് ഇങ്ങനെ പറഞ്ഞില്ലേ, കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാം, ഇങ്ങനെ പാട്ടൊക്കെ പാടി വശീകരിക്കാൻ നോക്കുന്നു. ഇതെന്താ അവിടെയുള്ള ആണുങ്ങളെല്ലാം വശീകരിച്ചിട്ട് അടുപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ല ഞാൻ ചോദിക്കും, ഇങ്ങനെ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എല്ലാവരും അങ്ങ് ഭയങ്കര ഒരു സംഭവമാണ്, അവരൊന്നും ചെയ്തില്ല മറ്റാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ഫാൻസിനോടൊക്കെ പറയാനുള്ളത്, ഈ ഫാൻസ് അത് PR ആയാലും എന്ത് ഫാൻസ് ആയാലും മാനമര്യാദയ്ക്കൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിൻ്റെ കീഴിലൊക്കെ പോയിട്ട് താഴെയൊക്കെ പോയിട്ട് കമൻസ് ഇടുക. വിവരമില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല. അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ ആരായാലും അവരൊന്നും അറിയുന്നില്ല. അപ്പം പുറത്തിരിക്കുന്ന ആൾക്കാർ ഈ ആരുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലാണോ ഈ കമൻസ് ഇടുന്നത് അവർ അകത്തിരിക്കുന്നവരായിരിക്കും വലിച്ചു കീറുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ച് ബൂമറാങ് പോലെ തിരിച്ചടിക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തർക്ക് പോയിട്ട് കമൻസ് ഇടാൻ. നിങ്ങൾക്ക് എന്തെല്ലാം വേറെ പോസിറ്റീവ് പറയാം. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാനിപ്പോൾ ജിസേലിനെ ആരിനെ അല്ലെങ്കിൽ വേറൊരാളിനെ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാൻ ശരിയല്ല അവളിങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെ ഇഷ്ടമാണെന്ന് വന്ന് പറയുക. അത്രയൊക്കെ കമൻറ്റ് ഇട്ടാൽ മതി. അല്ലാണ്ട് നീ ആരുടെ മറ്റേ മോളെന്ന് വിളിച്ച്
വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഇൻസ്പിറേഷനാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അത് കേട്. നമ്മൾ ഒന്നുമില്ലെങ്കിലും ഓരോരുത്തരും ഇടുന്ന വീഡിയോ, ഏറ്റവും ഇങ്ങേറ്റത്തെ യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോ പോലും 1500-2000 പേര് കാണും. അതൊക്കെ മതി വോട്ടിനെ വ്യത്യാസപ്പെടുത്താൻ. 2000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ ഓരോ സ്ഥാനങ്ങൾ തെറിക്കാനൊക്കെ. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഞാനിപ്പോൾ ആരെയും ഈ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ പല യൂട്യൂബ് ചാനലിലെ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്, അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നു, കുഞ്ഞുങ്ങളെ പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞൊക്കെ വീഡിയോ ഇടുന്ന ഞാൻ ആൾക്കാരോടാണ് പറഞ്ഞത്, നിങ്ങളെ കമൻറ്റ്സ്, നിങ്ങളെ ഫാൻസ് ഒക്കെയാണ്, അതൊക്കെ കമൻറ്റ്സ് ഇടുമ്പോൾ അതൊക്കെ മാന്യമായിട്ടുള്ള ഭാഷയിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ കമൻറ്റ് ആരാണ് വീഡിയോ ഇട്ട് അവരെ എടുത്ത് കാര്യം പറയുക. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഇന്നതാണ് കാര്യം എന്ന് പറയുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള മര്യാദ. അല്ല, ഇപ്പോൾ ഞാൻ ആസ് ആൻ അഡ്വക്കേറ്റ്, ഞാനൊരു വക്കീലും കൂടി ആയതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. കാരണം ഇന്നിപ്പോൾ ഏത് ഡിവൈസിൽ നിന്ന് ഏത് തരത്തിലുള്ള കമൻറ്റ്സ് ഇട്ടാലും കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവർ ബിഗ് ബോസ് കഴിയുമ്പോൾ തന്നെ ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ബിഗ് ബോസ് കഴിയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരുപാട് കേസുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാനും തന്നെ എന്നെ കുറേ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വളരെ മോശമായിട്ട് അധിക്ഷേപിച്ച്. അപ്പം നമുക്ക് ബിഗ് ബോസ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ അതിനിറങ്ങും. കാരണം ഇനി നാളെ ഇനിയും ആ ഒരു ബോക്സ് അതിലൊന്ന് വീണ്ടും ആ ഒരു ഡിവൈസ് ചെയ്യുന്നോ ആ ഒരു ഐഡിയെന്നോ കമൻറ്റ് വരുന്നോ നോക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ വീണ്ടും തുടരെയായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിന് നിയമ നടപടി സ്വീകരിക്കണം. അത്രയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ അനുമോള് തെറ്റ് ചെയ്തില്ലയോ എന്നുള്ളത് ബിഗ് ബോസ് ആണ് പറയേണ്ടത്. ബിഗ് ബോസ് നാണമുണ്ടോ എന്ന് ചോദിച്ചെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തോന്നിയവാസമാണ് പറയുന്നതെന്ന് വിചാരിച്ചോ, ഒരിക്കലും അനുമോള് കള്ളം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ പോലെ വിശ്വസിക്കുന്ന ഒരാളും ഉണ്ടാവത്തുമില്ല. എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അനുമോള് കള്ളം പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ലാലേട്ടനും കള്ളം പറയുന്നു എന്ന് ഞാൻ പറയത്തില്ല. ലാലേട്ടനെ കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് ലാലേട്ടൻ ആ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി, കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞ കാര്യം മാത്രമാണ്. അല്ലെങ്കിൽ അവർ ആ ക്ലിപ്പിങ്സ് നമ്മളെ പ്രേക്ഷകരെ കാണിക്കണമായിരുന്നു, അല്ലെ അവരെ ഹൗസ്മേറ്റ്സിനെ കാണിക്കണമായിരുന്നു. ഇതാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് എവിടെയാണ് സത്യാവസ്ഥ എന്ന് കണ്ടായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലായേനെ. അത് കാണിക്കത്തിടത്തോളം കാലം അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അനുമോൾ ആ സമയത്ത് സ്ട്രോങ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അനുമോൾക്ക് ഫൈനൽ 5 വരാനും അതുപോലെ തന്നെ കപ്പ് വാങ്ങിക്കാനുമുള്ള യോഗ്യത, അതിനുള്ള എബിലിറ്റി, അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അനുമോളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം സ്ട്രോങ് ആയി അനുമോള്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസകൾ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.